നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ഒരു കഥ പറഞ്ഞില്ലേ, കൃഷ്ണൻ്റെ കഥ. അപ്പോൾ ഈ കഥയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, ഫേസ്ബുക്കിലാണെങ്കിലും ശരി, യൂട്യൂബിലാണെങ്കിലും ശരി, സ്പിരിച്വൽ ടൈപ്പുള്ള കഥകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, എന്തിനാ നീ വെറുതെ ഇങ്ങനെ ഭക്തിയാണോ, ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ പുറകെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അതിൻ്റെയൊക്കെ വലിയ കാര്യമുണ്ടോ? ഓരോ ആളുകൾക്കും ഓരോ ടേസ്റ്റാണല്ലേ. ചിലർക്ക് ഡാൻസിനോടായിരിക്കും, പാട്ടിനോടായിരിക്കും, അല്ലെങ്കിൽ കരാട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. എനിക്ക് ചെറുപ്പം മുതലേ ടേസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പിരിച്വാലിറ്റിയിൽ എനിക്ക് ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ചെറുപ്പം മുതലേ തന്നെ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഭഗവാന്റെ കഥയൊക്കെ പറയാമെന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് തീരുമാനിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞതും. ഇന്നും പറയാൻ പോകുന്ന ഭഗവാന്റെ ഒരു കഥ തന്നെയാണ്, കൃഷ്ണൻ്റെ ഒരു കഥ തന്നെയാണ്. കൃഷ്ണനും നാരദരും തമ്മിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭാഷണം, അതിനെ തുടർന്നുള്ളൊരു കഥയാണ്. ഒരിക്കൽ നാരദര് ഇതുപോലെ നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ ചെന്ന സമയത്ത് നാരദർക്കൊരു സംശയം, എന്തുകൊണ്ടാണ് ഭഗവാനെ മഹാവിഷ്ണു അങ്ങയുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മഹാവിഷ്ണു ഉള്ളിടത്തെല്ലാം ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട്? ഞാനും അങ്ങയുടെ ഭയങ്കര ഒരു ഭക്തനല്ലേ, ഞാനും നാരായണ നാരായണ എന്ന് പറഞ്ഞല്ലേ എപ്പോഴും നടക്കുന്നത്. അങ്ങേ അല്ലാണ്ട് എനിക്ക് എൻ്റെ നാവിൽ വേറൊന്നും വരുന്നില്ല. അത്രയ്ക്ക് ഭക്തിയുള്ള ഒരാൾ തന്നെയല്ലേ ഞാനും. എന്തുകൊണ്ട് എന്നെ മാറ്റിയിട്ട് ഗരുഡനെ അവിടെ പ്രതിഷ്ഠിച്ചു? എന്തുകൊണ്ടാണ് ഗരുഡന് ഇത്ര പ്രാധാന്യം എന്ന് ഭഗവാനോട് നാരദര് ചോദിച്ചു. ഇതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വെളിയിലൊരു ശബ്ദം കേട്ടു, വീഴുന്നപോലെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഗരുഡൻ എവിടെയോ പോയിരിക്കുകയാണ്. ഭഗവാൻ അപ്പം നാരദരോട് പറഞ്ഞു, ഞാൻ ഗരുഡനെ ഒരു കാര്യത്തിന് അയച്ചിരിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി നോക്കുന്നൊക്കെ ഗരുഡനായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാരദരൊന്ന് ചെന്ന് നോക്കുമോ, എന്താണ് വെളിയിൽ ശബ്ദം കേട്ടതെന്ന് നോക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നാരദർ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റിയ സമയമാണ്, ഭഗവാന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണല്ലോ എന്ന് എഴുതിയിട്ട് നാരദർ ഓടി വെളിയിൽ നിന്ന് നോക്കിയിട്ട് തിരിച്ചെന്ന് പറഞ്ഞു, ഒരു പാൽക്കാരി തെന്നി വീണതാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താണ് അവരുടെ പേര്? അവരുടെ പേര് ചോദിച്ചില്ല. അപ്പോൾ പിന്നെയും പോയിട്ട് നാരദരെ ചോദിച്ചിട്ട് വന്നത് പറഞ്ഞു, അവരുടെ പേര് ശാരദ എന്നാണ് ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെവിടെ പോവുമായിരുന്നു? അത് ചോദിച്ചില്ല. വീണ്ടും നാരദർ ചെന്നു, ചോദിച്ചിട്ട് വന്ന് തിരികെ വന്ന് പറഞ്ഞു, അവർ പാല് കച്ചവടം ചെയ്യാനായിട്ട് പോവുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെയാണ് വീണത്? നാരദന് ശരിക്കും ഒരു നീരസമൊക്കെ തോന്നി തുടങ്ങി. ഇതെന്താ ഭഗവാൻ നേരത്തെ ചോദിക്കാൻ, അതായത് ഞാൻ അതും കൂടെ ചോദിച്ചിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാരദര് പോയിട്ട് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു, അവർ പാലും കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ കൂടി ഒരു സർപ്പം പെട്ടെന്ന് പോകുന്നത് കണ്ടിട്ട് അത് കണ്ട് പേടിച്ച് തന്നെ വീണതാണ് എന്ന് ഭഗവാനോട് നാരദര് പറഞ്ഞു. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാൽക്കുടം പൊട്ടിയോ? ഭഗവാൻ ചോദിക്കുക നാരദരോട്. നാരദര് ഓടിപ്പോയിട്ട് പിന്നെയും ചോദിച്ചിട്ട് വന്നു, ഭഗവാനെ 2 കുടം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ, ഒരെണ്ണേ പൊട്ടിയുള്ളൂ, ഭാഗ്യത്തിന് ഒരെണ്ണം ഉണ്ട്. അത് അവർ ഇരട്ടി വിലയ്ക്ക് വിൽക്കാനായിട്ട് ആണ് നോക്കുന്നത്. മറ്റേതിൻ്റെ കൂടെ ഇത് നഷ്ടം നികത്തണ്ടേ, അപ്പോൾ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് അവർ വിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എത്ര രൂപയ്ക്ക് അവർ വിൽക്കാനായിട്ട് നോക്കുന്നത്? എന്ത് വിലയാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ചേട്ടാ, ഇത് ഭയങ്കര കഷ്ടമായില്ലോ, ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച ഞാൻ ചോദിച്ചിട്ട് ഞാൻ പോകാനായി ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നാരദരോട് പറഞ്ഞു, വേണ്ട കുഴപ്പമില്ല, സാരില്ല, നമുക്ക് വേറെ ആരെങ്കിലും വീട്ടിൽ ചോദിപ്പിക്കാം, നാരദ ഇത്ര ഓടി മടുത്തല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഗരുഡൻ പോയിട്ട് തിരിച്ചു വന്നത്, കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഗരുഡനോട് പറഞ്ഞു, പുറത്ത് എന്തോ വീഴുന്ന ഒച്ച കിട്ടു കേട്ടോ കുറച്ച് മുന്നേ, അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ ഗരുഡ എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ ഗരുഡൻ എന്തായാലും വെള്ളിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഭഗവാനെ അത് ശാരദ എന്ന് പറഞ്ഞിട്ടൊരു പാൽവിൽപ്പനക്കാരിയാണ്, അവർ പോകുന്ന വഴിക്ക് സർപ്പത്തിനെ കണ്ടിട്ട് തെന്നി അടിച്ച് വീണു, 2 പാൽക്കുടുണ്ടായിരുന്നു, ഒരെണ്ണം പൊട്ടിപ്പോയി, കയ്യിലുള്ള ഒരെണ്ണം ഇരട്ടി ലാഭത്തിന് വിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവരോട് ഞാൻ പറഞ്ഞു, ഭഗവാൻ വാങ്ങിക്കും,
പാൽക്കുടം ഭഗവാൻ വാങ്ങിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ ചോദിച്ചു എത്ര രൂപയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഗരുഡൻ പറഞ്ഞു 4 ചെമ്പ് നാണയമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ഭഗവാൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട്, നഷ്ടമാവില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. ഭഗവാനാണല്ലോ വാങ്ങിക്കുന്നത്, കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗരുഡൻ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു. നാരദർ എന്താ ചെയ്തത്? നാരദർ ഭഗവാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ഓരോ ചോദ്യങ്ങളും പോയി ചോദിച്ചിട്ട് വന്നത്. ഗരുഡൻ എല്ലാം ഒറ്റയടിക്ക് പോയി എല്ലാം ആഴത്തിൽ ഗ്രഹിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ അടുത്ത് വന്നു പറയുന്നത്. ഭഗവാൻ നാരദരെ നോക്കി. നാരദർക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗരുഡ ഭഗവാന്റെ വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഏറ്റവും വലിയൊരു ദാസനാണ് ഗരുഡ ഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഗരുഡ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുന്നതും അതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥവും ഭഗവാൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു എന്നുള്ളതൊക്കെ ഗരുഡ ഭഗവാന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഭക്തൻ ഭഗവാന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ എന്താണ്, അവൻ്റെ സങ്കടങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്നൊക്കെ ഗരുഡ ഭഗവാന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭഗവാന്റെ അടുത്ത് കൊണ്ടു ചെല്ലാനും ഗരുഡ ഭഗവാനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഗരുഡ ഭഗവാൻ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഗരുഡ ഭഗവാന്റെ വിഗ്രഹം കാണാൻ സാധിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ നല്ല സേവകനായിരിക്കുക എന്നുള്ളതിൽ പരം അതിൽ കവിഞ്ഞ് വേറെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ട്? വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. ആ ചുരുങ്ങിയ കാലത്തിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുക, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. അതുകൊണ്ടൊരു കാര്യവുമില്ല. നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക. ഹരേ കൃഷ്ണ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.